ഇപ്പോൾ MLA ഓഫീസ് ഒഴിയണമെന്ന ശ്രീലേഖയുടെ ആവശ്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ എന്താണ് എടുക്കാൻ പോകുന്ന തീരുമാനം അത് വളരെ നിർണായകമാണ്. കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനമെടുത്താൽ MLAക്ക് കെട്ടിടം ഒഴിയേണ്ടി വരും. എന്നാൽ നിലവിലെ വാടക കരാർ അവസാനിക്കാതെ ഓഫീസ് മാറില്ല എന്ന കർശന നിലപാടിലാണ് VK പ്രശാന്ത്. കോർപ്പറേഷന് മാസാമാസം നൽകുന്ന പണത്തിന്റെ രസീതിന്റെ പകർപ്പും VK പ്രശാന്ത് MLA പുറത്തുവിട്ടു. റോഷിപാൽ നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് റോഷിപാൽ. കെട്ടിടം കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലാണ് എന്നതിൽ ആർക്കും സംശയമില്ല. കൊടുക്കുന്ന വാടക 6500 ചില്ലറയുമാണ്. അത് മതിയോ അതോ അതിൽ കൂടുതൽ വാങ്ങണോ? അതൊക്കെയല്ലേ കോർപ്പറേഷൻ ഇപ്പോൾ ഈ വാടക കരാർ, അങ്ങനെ ഒരു കരാർ ഉണ്ടെങ്കിൽ അത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് മേയർ പറയുന്നത്? സുധിയ, കോർപ്പറേഷൻ ഏതായാലും ഈ ഒരു കടുത്ത നിലപാടൊന്നും സ്വീകരിക്കാൻ സാധ്യതയില്ല. കാരണം ഒരു രാഷ്ട്രീയ തർക്കത്തിലേക്ക് കൊണ്ടുപോകാൻ കോർപ്പറേഷന് താല്പര്യമില്ല. കാരണം മേയർ ചുമതലയിലേക്ക് VV രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ടേയുള്ളൂ. ഭരണസമിതി കൃത്യമായി ജനകീയമായ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് ജനപ്രീതി നേടുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതിനിടയിൽ ഇങ്ങനെയുള്ള ചില തർക്കങ്ങൾ അത് മുഖവിലക്കെടുത്ത് അതിൽ പക്ഷം പിടിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. ഏതായാലും ഈ കാര്യത്തിൽ ശ്രീലേഖ പരാതിയുമായി വരികയാണെങ്കിൽ അത് പരിശോധിച്ച് അത് സംബന്ധിച്ച നടപടി സ്വീകരിക്കുന്ന അപ്പുറത്തേക്കും ഒരു അനുനയ സാധ്യതയാണ് മിക്കവാറും ഇതിൽ കോർപ്പറേഷൻ ശ്രമിക്കുക. മേയർ VV രാജേഷ് ശ്രമിക്കാൻ സാധ്യത VV രാജേഷിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. അതേസമയം തന്നെ CPM ഇത് ആയുധമാക്കുകയാണ് ചെയ്തത്. കാരണം വട്ടിയൂർക്കാവിലെ MLA അവിടെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ശ്രീലേഖ അവിടെ MLAയുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് ഒരു രാഷ്ട്രീയമായിക്കൊണ്ട് BJP CPMന്റെ MLA ഓഫീസിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കം നടത്തുന്നു എന്ന രീതിയിൽ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കാനുള്ള ശ്രമമാണ് തുടക്കം മുതൽ തന്നെ നടത്തിയത്. ഏതായാലും അത് വലിയൊരു തർക്കത്തിലേക്ക് MLA ഉറപ്പിച്ചു പറയുകയാണ്. സർക്കാർ മന്ത്രി V ശിവൻകുട്ടി നമ്മളോട് സംസാരിച്ചപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്.